മുഅ്മിനീങ്ങളെ, സൂറത്തുൽ വാഖിഅ നമ്മൾ കഴിഞ്ഞ ദിവസം ആരംഭിച്ചു. 2 ആയത്തുകളെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞത്. ഇൻഷാ അല്ലാഹ് ഇന്ന് ബാക്കിയുള്ള ചില ഭാഗങ്ങളിൽ നമുക്ക് കണ്ണോടിച്ച് നോക്കാം. ഇദാ വഖഅത്തിൽ വാഖിഅ ലൈസ ലിവഖഅതിഹാ കാദിബ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാളിന്റെ സംഭവ വികാസങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് സൂറത്തുൽ വാഖിഅയുടെ തുടക്കത്തിൽ. നമ്മൾ ആ സംഭവത്തിന്റെ ചില സാഹചര്യങ്ങളെ ഖുർആനിന്റെ മറ്റു സൂറത്തുകളിൽ നിന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞു. ഖാഫിലത്തുർ റാഫിഅ, ചില ആളുകൾ തരം താഴ്ന്ന ആളുകളാണ് ആ ദിവസത്തിൽ. എന്നാൽ ചില ആളുകൾ വളരെ ഉന്നതിയിൽ എത്തി നിൽക്കുന്ന ആളുകളുമാണ്. എന്ന് പറഞ്ഞാൽ തല താഴ്ത്തി നിൽക്കുന്ന ഒരു വിഭാഗമുണ്ട് ആഖിറത്തിൽ. ഖിയാമത്ത് നാൾ സംഭവിച്ചു കഴിഞ്ഞാൽ തല താഴ്ത്തി നിൽക്കുന്ന ഒരു വിഭാഗം. ഖാഫിലത്തുൻ, അവര് നരകത്തിന്റെ ആഴയിലേക്ക് പോകാനുള്ളവരാണ്. റാഫിഅ, എന്നാൽ ഒരു വിഭാഗം ആളുകളോ സ്വർഗത്തിന്റെ ആലയിലേക്ക്, ഉയരങ്ങളിലേക്ക് ഉയർന്നു പോകുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. ഈ ആയത്തിനെ തന്നെ വിശദീകരിച്ച് നമുക്ക് ഖുർആനിന്റെ മറ്റൊരു സൂറത്തുൽ ഗാശിയയിലേക്ക് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. സൂറത്തുൽ ഗാശിയയുടെ തുടക്ക ഭാഗത്തിൽ തന്നെ അല്ലാഹു തആല ഈ 2 വിഭാഗങ്ങളെ കുറിച്ചും നമ്മോട് പറഞ്ഞിട്ടുണ്ട്. മുഖം താഴ്ത്തി നിൽക്കുന്ന ഒരു വിഭാഗം ഹതഭാഗ്യവാന്മാരാണ് അവർ. എന്നാൽ അന്നേ ദിവസം തല ഉയർത്തി നടക്കുന്ന ഒരു വിഭാഗം സൗഭാഗ്യവാന്മാരാണവർ. ആ വിഭാഗത്തിന്റെ സ്വഭാവങ്ങളെ, അവർക്ക് സംഭവിക്കുന്ന കാര്യങ്ങളെ ഖുർആൻ പറയുന്നുണ്ട് സൂറത്തുൽ ഗാശിയയിൽ. ഹൽ അതാക ഹദീസുൽ ഗാശിയ വജൂഹു യൗമഇദിൻ ഖാശിഅ ആമിലത്തുൻ നാസിബ തസ്ലാ നാറൻ ഹാമിയ തുസ്ഖാ മിൻ ഐനിൻ ആനിയ ليس لهم طعام إلا من ضريع لا يسمن ولا يغني من جوع هل أتاك حديث الغاشية. അല്ലയോ നബിയേ, ഖിയാമത്ത് നാൾ വന്ന് മൂടപ്പെടുന്ന വർത്തമാനം അങ്ങയിലേക്ക് എത്തിയില്ലയോ നബിയേ. എന്നിട്ട് അല്ലാഹു തആല പറയുന്ന ഒരു വിഭാഗമാരാണ് നമ്മൾ ഈ സൂറത്തുൽ വാഖിഅയുടെ തുടക്കത്തിൽ പറഞ്ഞ ഖാഫിലത്തുർ റാഫിഅ എന്ന് പറഞ്ഞതിൽ ഖാഫില എന്ന് പറഞ്ഞ തല താഴ്ത്തുന്ന ഒരു വിഭാഗത്തെയാണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത്. വുജൂഹു യൗമഇദിൻ ഖാശിഅ, അതേ ആ ഖിയാമത്ത് നാളിന്റെ ദിവസത്തിൽ ഒരു വിഭാഗം ആളുകൾ അവർ മുഖം താഴ്ത്തി കളയുന്നവരാണ്. മുഖം താഴ്ത്തി നിൽക്കേണ്ട അവസ്ഥ വന്നു പോയവരാണ്. എന്തേ അങ്ങനെ ആകാനുള്ള കാരണം? ആമിലത്തുൻ നാസിബ, ആ മുഖം താഴ്ത്തുന്ന ആളുകൾ ഈ ദുനിയാവിൽ പ്രവർത്തിക്കാത്തവരാണോ, അമല് ചെയ്യാത്തവരാണോ? അല്ലല്ലോ, അവര് നല്ല പോലെ അമല് ചെയ്തിട്ടുണ്ട്. അവരും ഒരുപാട് കർമ്മങ്ങൾ ദുനിയാവിൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ സ്വീകാര്യതയില്ലാത്ത കർമ്മങ്ങളാണ് അവർ ചെയ്തത്. അവരും കുടുംബം പോറ്റിയിട്ടുണ്ട്, അവരും വീടുണ്ടാക്കിയിട്ടുണ്ട്, അവരും മറ്റുള്ള തൊഴിലുകൾ ചെയ്തിട്ടുണ്ട്, നല്ല കർമ്മങ്ങൾ അവർ ചെയ്തിട്ടുണ്ട്, പാവങ്ങളെ സഹായിച്ചിട്ടുണ്ട്, രോഗികളെ ശുശ്രൂഷിച്ചിട്ടുണ്ട്, മരണവീടുകൾ സജീവമായിട്ടുണ്ട്. പക്ഷേ വിശ്വാസമില്ലാത്തത് കൊണ്ട് അവര് കർമ്മങ്ങളൊക്കെ നല്ല പോലെ ചെയ്തതാണ്, പക്ഷെ അത് ഉപകാരത്തിൽ പെട്ടിട്ടില്ല. കാരണം അല്ലാഹുവിൽ വിശ്വസിച്ചിട്ടില്ല. തസ്ലാ നാറൻ ഹാമിയ,
അവര് എങ്ങോട്ടാണ് എത്തിച്ചേരുന്നത്? നാറൻ ഹമിയ. അങ്ങനെ ആ തല താഴ്ത്തി നിൽക്കുന്ന വിഭാഗം അവരതാ വലിയ നരകത്തിലേക്കാണ് അവരെത്തിച്ചേരുന്നത്. തുസ്ഖാ, അവരെ കുടിപ്പിക്കുന്നത് എന്താണ്? മിൻ ഐനിൻ ആനിയ, നല്ല ശക്തിയേറിയ ചൂടുള്ള പാനീയമാണ്. ലൈസ ലഹും തുആമുൻ ഇല്ലാ മിൻ ളരീഅ, അവിടെ കുടിക്കാൻ കൊടുക്കുന്നുള്ള ചൂടുള്ള പാനീയം അവർക്കുള്ള ഭക്ഷണമോ അതേ ഒരു തരം മുള്ളുചെടിയാണ്, വളരെയധികം ചൂടേറിയ മുള്ളുചെടികൾ, അതാണ് അവർക്ക് ഭക്ഷണമായി നൽകുന്നത്. ലാ യുസ്മിനു വലാ യുഗ്നി മിൻ ജൂ, അതെ അവർക്ക് അത് കഴിച്ചു കഴിഞ്ഞാൽ അവരെ വിശപ്പ് മാറുന്നില്ല, അതിൽ നിന്നൊരു പോഷകവും ലഭിക്കുന്നില്ല. വെള്ളം ചോദിച്ചാൽ അത് കിട്ടിയാലും അദാബാണ്, ഭക്ഷണം ചോദിച്ചാൽ ഭക്ഷണം കിട്ടിയാലും അദാബാണ്. അങ്ങനെയുള്ള ഒരു വിഭാഗമാണ് ഖാഫിളത്തുൻ എന്ന് പറഞ്ഞത്. രണ്ടാമത് അതേ ആയത്തിൽ തന്നെ ഒരു വിഭാഗത്തിനെ കൂടെ പരിചയപ്പെടുത്തി. റാഫിഅ, സ്വർഗത്തിൽ നല്ല ഉയർന്ന ഉന്നതിയിലെത്തുന്ന ആളുകൾ, അവരെയും സൂറത്തുൽ ഗാശിയയിൽ പരിചയപ്പെടുത്തുന്നു. വുജൂഹു യൗമഇദിൻ നാഇമ, ഒരു വിഭാഗം ആളുകളെ ഖിയാമത്ത് നാളിൽ കാണാം. ആ വിഭാഗം ആളുകളോ അവര് നല്ല പോലെ ഹസനത്തുകൾ ചെയ്തവരാണ്, മുഖം തിളങ്ങുന്നവരാണ്, മുഖം പ്രകാശിക്കുന്നവരാണ്. എന്തേ അവരെ മുഖം പ്രകാശിക്കാനുള്ള കാരണം? ലിസഅയ്ഹാ റാളിയ, അവര് നല്ല കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട്. ലിസഅയ്ഹാ റാളിയ, എന്തിനാണ് അവർക്ക് അവരുടെ മുഖം മിന്നിമറിയുന്ന മുഖമാണ്. എന്തേ കാരണം? ലിസഅയ്ഹാ, അവരുടെ പരിശ്രമം കാരണം. റാളിയത്തുൻ, അല്ലാഹു തൃപ്തിപ്പെട്ട രീതിയിലുള്ള അധ്വാനമാണ്. അവരും വീടുണ്ടാക്കി, കൂലിയുണ്ട്. കുടുംബം പോറ്റി, കൂലിയുണ്ട്. രോഗിയെ ശുശ്രൂഷിച്ചു, കൂലിയുണ്ട്. പാവങ്ങളെ സഹായിച്ചു, കൂലിയുണ്ട്. കാരണം വിശ്വാസം മുമ്പിലുണ്ടായിരുന്നു. അതുകൊണ്ട് ലിസഅയ്ഹാ റാളിയ, അവർക്ക് വിജയിക്കാനായി. എന്നിട്ടോ ആ വിഭാഗത്തിന്റെ പ്രതിഫലം അല്ലാഹു തആല പറയുകയാണ്. ഫീ ജന്നത്തിൻ ആലിയ, അവരാ സ്വർഗത്തിലാണ് കിടക്കുന്നത്. ലാ തസ്മഉ ഫീഹാ ലാഗിയ, അതിൽ ഒരു വെറുപ്പിന്റെ വർത്തമാനം പോലും അവര് കേൾക്കുന്നില്ല. ഫീഹാ ഐനുൻ ജാരിയ, അതിൽ നല്ല സുഹൃതം, നല്ല സന്തോഷത്തോടെ കാണാനുള്ള ഭംഗിയിൽ വെള്ളത്തിന്റെ അരുവികൾ ഒഴുകി പോകുന്നുണ്ട്. ഫീഹാ സുറുറും മർഫൂഅ, നല്ല ഉയർത്തപ്പെട്ട കട്ടിലുകൾ അതിലുണ്ട്, അവർക്ക് വേണ്ടി തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. വഅക്വാബും മൗളൂഅ, പാനീയങ്ങളെ കുടിക്കാനുള്ള നല്ല അളന്നു വെച്ച കപ്പുകൾ അതിലുണ്ട്. വനമാരിഖു മസ്ഫൂഫ, അവർക്ക് നിരത്തിവെച്ച തലയിണകൾ അവിടെയുണ്ട്. വസറാബിയു മബ്സൂസ, അതെ അവർക്ക് നടക്കാനുള്ള നല്ല പരവതാനികൾ അവിടെയുണ്ട്. ഇത് സൂറത്തുൽ ഗാശിയന്റെ തുടക്കത്തിൽ അല്ലാഹു ഖാഫിലത്തുർ റാഫിഅ എന്ന് പറഞ്ഞ ആയത്തിനെ വിശദീകരിക്കുന്ന ഒരു രൂപത്തിൽ ആ സൂറത്തിൽ കൊണ്ടുവന്നു. അപ്പോൾ ഈ ഖിയാമത്ത് നാൾ സംഭവിക്കുന്ന സമയത്ത് ഒരു വിഭാഗം ആളുകൾ മുഖം താഴ്ത്തി നിൽക്കുന്നവരാണ്. എന്നാൽ നന്മ ചെയ്തവരും വിജയിച്ചവരും അത് മുഖം ഉയർത്തി നിൽക്കുന്നവരാണ്. എന്നിട്ടല്ല പറയുന്നു സൂറത്തുൽ വാഖിഅയിൽ, ഇദാ റുജ്ജത്തിൽ അർളു റജ്ജാ, അല്ലാഹുവിന്റെ ഈ ഭൂമി കിടുകിടാ വിറപ്പിക്കും അല്ലാഹു തആല ആ ദിവസത്തിൽ. ഇദാ റുജ്ജത്തിൽ അർളു റജ്ജാ, ശക്തിയായ കുലുക്കം കുലുങ്ങും ആ സമയത്ത്, ആ ദിവസത്തിൽ നല്ല വണ്ണം ഭൂചലനമുണ്ടാകും. മുഫസ്സിരീങ്ങൾ പറഞ്ഞു, ഒരു കുഞ്ഞിനെ തൊട്ടിയിലിട്ടിട്ട് കുലുക്കിയാൽ എങ്ങനെയുണ്ടാകും ആ രീതിയിൽ ഭൂമി അങ്ങോട്ടും ഇങ്ങോട്ടും പ്രകമ്പനം കൊണ്ടുകളയും. ആ കുലുക്കത്തിൽ ഭൂമിയിലുള്ളതെല്ലാം പൊട്ടിപ്പോകും, പർവ്വതങ്ങൾ വിണ്ട് പൊട്ടി ഛിന്ന ഭിന്നമായി മാറും. ആ ഒരു സാഹചര്യമാണ് അല്ലാഹു തആല ആയത്തിൽ പറഞ്ഞത്, ഇദാ റുജ്ജത്തിൽ അർളു റജ്ജാ. നോക്കൂ നിങ്ങൾ,
പർവ്വതങ്ങൾ പൊട്ടി, പാറകൾ പൊട്ടി, എല്ലാം ഛിന്ന ഭിന്നമാകുന്ന ഒരു സാഹചര്യം. നമ്മൾ പരിസരത്ത് എവിടെങ്കിലും കിണറിൽ പാറ പൊട്ടിക്കുന്നുണ്ടെങ്കിൽ വലിയ ശബ്ദവും പ്രകമ്പനവും ഉണ്ടാകും. അത് ചെറിയ ഒരു പാറയുടെ ഒരു ചെറിയ ഭാഗം പൊട്ടിക്കുന്നതാണ്. എന്നാൽ അല്ലാഹു തആല ഇവിടെ സൃഷ്ടിച്ചു വെച്ച പർവ്വതങ്ങൾ, വലിയ വലിയ പാറകൾ എല്ലാം പൊട്ടി ഛിന്ന ഭിന്നമാകുന്ന ഒരു സാഹചര്യം. അപ്പോൾ ഭൂമി പ്രകമ്പനം കൊള്ളുന്നുണ്ട്. സൂറത്തുൽ ഹജ്ജിന്റെ 1-ാമത്തെയും 2-ാമത്തെയും ആയത്തിൽ ആ സമയത്തിന്റെ ഗൗരവത്തെ അല്ലാഹു ഓർമ്മപ്പെടുത്തുന്നു. യാ അയ്യുഹന്നാസു തഖൂ റബ്ബക്കും ഇന്ന സൽസലത്തസ്സാഅത്തി ശൈഉൻ അളീം. അല്ലയോ ജനങ്ങളെ, ഇത്തഖൂ റബ്ബക്കും, നിങ്ങൾ നിങ്ങളെ റബ്ബിനെ ഭയപ്പെടണം, തഖ്വ ചെയ്യണം. ഇന്ന സൽസലത്തസ്സാഅത്തി, തീർച്ചയായും ഖിയാമത്ത് നാളിന്റെ പ്രകമ്പനം, ശൈഉൻ അളീം, അത് വലിയ സംഭവമാണ്, ഭയപ്പെടാനുള്ളതാണ്. എന്നിട്ട് 2-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയാണ്, യൗമ തറൗനഹാ തദ്ഹലു കുല്ലു മുർളിഅത്തിൻ അമ്മാ അർളഅത് വതളഉ കുല്ലു ദാതി ഹംലിൻ ഹംലഹാ. അന്നത്തെ ദിവസം യൗമ തറൗനഹാ തദ്ഹലു കുല്ലു മുർളിഅത്തിൻ അമ്മാ അർളഅത്, അതേ മുല കൊടുക്കുന്ന പെണ്ണുങ്ങൾ, അമ്മിന്ന കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കുന്ന പെണ്ണുങ്ങൾ, കുഞ്ഞുങ്ങളെ മടിയിലിരുത്തി താരാട്ട് പാടി പാല് കൊടുക്കുന്ന പെണ്ണുങ്ങൾ, ഈ സംഭവം അങ്ങ് വരുമ്പോ കുഞ്ഞുങ്ങളെ ഇട്ട് ചോടിക്കളയും, നോക്കാൻ ഉമ്മാക്ക് നേരമില്ല. ഗർഭിണികൾ മുഴുവനും ഈ ശബ്ദം കേട്ടങ്ങ് പ്രസവിച്ചു പോകും. വതറന്നാസ, ജനങ്ങളെ മുഖത്തേക്ക് നോക്കിയാൽ അവരെ നിങ്ങൾക്ക് കാണാൻ പറ്റും. സുകാറാ, മസ്താമാരായി നിൽക്കുന്നത്, മത്തുപിടിച്ചു നിൽക്കുന്നത് കാണാം. മദ്യപിച്ചത് കൊണ്ടല്ല അല്ലാഹു പറയുന്നു, വമാഹും ബിസുകാറാ, അവരാരും ലഹരി ഉപയോഗിച്ചിട്ടില്ല. ഖിയാമത്ത് നാളിന്റെ സൽസലത്ത് കണ്ട് അമ്പരന്ന് ലഹരി പിടിച്ചതുപോലെ ആയതാണ്. അങ്ങനെയുള്ള രംഗം നിങ്ങൾക്ക് കാണാനുണ്ട്. വഇദാ റുജ്ജത്തിൽ അർളു റജ്ജാ, എന്നിട്ട് പറഞ്ഞു ബുസ്സത്തിൽ ജിബാലു ബസ്സാ, പർവ്വതങ്ങളെ, അതേ പർവ്വതങ്ങളെല്ലാം ചെറിയ ചിഹ്നം ഭിന്നമായി ധൂളികളായി അത് പറന്നു പോകും. ഫകാനത്ത് ഹബാഅം മുംബസ്സാ, അതേ പൊടികൾ പറക്കുന്നത് പോലെ, പൊടിയായി പോയതുപോലെ അന്തരീക്ഷത്തിലൂടെ പർവ്വതങ്ങൾ പറക്കുന്നത് നിങ്ങൾക്ക് കാണാം. അപ്പോൾ പർവ്വതങ്ങളെല്ലാം ഛിന്ന ഭിന്നമാകും. പർവ്വതം തന്നെ ഇവിടെ ഉണ്ടാകൂല. നോക്കൂ നിങ്ങൾ ഈ പർവ്വതത്തിന്റെ അവസ്ഥയെ സൂറത്തു ത്വാഹയുടെ 105, 106, 107 ആയത്തുകളിൽ അല്ലാഹു പറഞ്ഞു. ഖുർആനിന്റെ പലയിടങ്ങളിലും ഈ പർവ്വതത്തെ കുറിച്ച് അല്ലാഹു സൂചിപ്പിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, നബിയേ, ഖിയാമത്ത് നാളിൽ പർവ്വതങ്ങളെ കുറിച്ച് നിങ്ങളോട് അനുയായികൾ ചോദിച്ചു വരും. അപ്പോൾ നിങ്ങൾ പറഞ്ഞു കൊടുക്കണം, വയസ്അലൂനക അനിൽ ജിബാൽ, പർവ്വതങ്ങളെ കുറിച്ച് നിങ്ങളോട് ചോദിച്ചാൽ ഫഖുൽ, നബി അങ്ങ് പറഞ്ഞു കൊടുക്കണം, യൻസിഫുഹാ റബ്ബി നസ്ഫാ, എന്റെ റബ്ബ് അത് പൊടി പൊടിച്ചു കളയും പർവ്വതം ഖിയാമത്ത് നാളിൽ. ഫയദറുഹാ ഖാഅൻ സഫ്സഫാ, സമനിരപ്പായ മൈതാനം പോലെ അതാക്കി മാറ്റും. ലാ തറാ ഫീഹാ ഇവജൻ വലാ അംതാ, ഒരു കുന്നുമതിൽ കാണാനില്ല, അതേ ഒരു കുഴിയുമതിൽ കാണാനില്ല, എല്ലാം ഒരേ നിരപ്പിൽ നിങ്ങൾക്ക് കാണാനാകുന്നുണ്ട്. സൂറത്തുൽ മുസമ്മിലും അല്ലാഹു പറഞ്ഞിട്ടുണ്ട് 14-ാമത്തെ ആയത്തിൽ, യൗമ തർജുഫുൽ അർളു വൽ ജിബാൽ, അതേ ഭൂമിയും പർവ്വതങ്ങളുമെല്ലാം വിറവിറപ്പിക്കുന്ന ആ ദിവസത്തിൽ, വകാനത്തിൽ ജിബാലു കസീബം മഹീലാ, അതെല്ലാം ഒലിച്ചു പോകുന്ന മണൽ കൂനകളെ പോലെ തരിതരിയാക്കി അല്ലാഹു മാറ്റുന്നുണ്ട്. അപ്പൊ വലിയ വലിയ പർവ്വതങ്ങളൊന്നും ഖിയാമത്ത് നാളിൽ ഒന്നും അല്ലാതായി പോകും. കാറ്റടിച്ച പാറാൻ പറ്റുന്ന പൊടികളായി മാറും.
മണൽക്കൂനകൾ അങ്ങനെയാണ് മരുഭൂമിയിൽ. ഇവിടെ ഇപ്പോൾ കണ്ട മണൽക്കൂന നാളെ വന്നു നോക്കുമ്പോ കാണൂല, കാറ്റെടുത്ത മണലൊക്കെ അങ്ങോട്ട് പോയി അപ്പുറത്ത് വേറെ മണൽക്കൂനയായി മാറിയിട്ടുണ്ടാകും. എന്നതുപോലെ പൊടിപടലങ്ങൾ കാറ്റിൽ പറക്കുന്ന രീതിയിൽ അല്ലാഹു പർവ്വതങ്ങളെ ആക്കി മാറ്റുമെന്നാണ് ഖിയാമത്ത് നാളിന്റെ അടയാളമല്ല പറയുന്നത്. ഇനി അല്ലാഹു തആല സൂറത്തുൽ വാഖിയയിലെ വളരെ അതിപ്രധാനമായ ഒരു വിഷയത്തിലേക്ക് കടക്കുകയാണ്. ഈ പറയാൻ പോകുന്ന 3 വിഭാഗം ആളുകളെ, ഇപ്പൊ ലോകം അവസാനിച്ചു, ചുരുക്കി പറഞ്ഞു ലോകം അവസാനിച്ചു. ലോകം അവസാനിച്ചാൽ ഈ പേജ് ഞാൻ മറിച്ചാൽ ഇതിനപ്പുറത്തൊരു വശമുണ്ടെന്ന് ഉറപ്പാണ്. ലോകം അവസാനിച്ചാൽ ഇനി അപ്പുറത്ത് വേറൊരു ലോകമുണ്ട്. ആ ലോകമുണ്ട് എന്ന് പറയേണ്ടതില്ല, അത് സ്ഥിരപ്പെട്ടു. അതുകൊണ്ട് ഇനി അല്ലാഹു തആല ആ ലോകത്ത് എന്താണ് സംഭവിക്കുന്നത് എന്ന് പറയാൻ പോവുകയാണ്. അതാണ് ഇനി പറയുന്നത്. വകുന്തും അസ്വാജൻ സലാസ. ഇങ്ങനെയൊക്കെ സംഭവിച്ച് ഖിയാമത്ത് നാൾ നടന്നാൽ നിങ്ങൾ 3 പാർട്ടിയാണ് കേട്ടോ. 3 വിഭാഗമാണ്. ആ 3 വിഭാഗത്തെ ഖുർആൻ പറയുന്നുണ്ട്. 3 വിഭാഗമാക്കി തിരിക്കും നിങ്ങളെ. ഏതാണ് ആ 3 വിഭാഗം? ഫഅസ്ഹാബുൽ മൈമനതി മാ അസ്ഹാബുൽ മൈമന വഅസ്ഹാബുൽ മശ്അമതി മാ അസ്ഹാബുൽ മശ്അമ വസ്സാബിഖൂന സാബിഖൂൻ ഉലൈകൽ മുഖറബൂൻ. 3 വിഭാഗത്തെയും പറഞ്ഞു. ആരാണ് ഒന്നാമത്തെ വിഭാഗം? ഫഅസ്ഹാബുൽ മൈമനതി മാ അസ്ഹാബുൽ മൈമന, ഒന്നാമത്തെ വിഭാഗം വലതുപക്ഷം. വഅസ്ഹാബുൽ മശ്അമതി മാ അസ്ഹാബുൽ മശ്അമ, ഇടതുപക്ഷം. ഇവിടുത്തെ വലതും ഇടതും അല്ലട്ടോ ഈ പറയണത്. വലതുപക്ഷമുണ്ട്, ഇടതുപക്ഷമുണ്ട്. ആ വലതുപക്ഷം ഏതാണ്, ആരാണ് എന്ന് വിശദീകരിച്ചും ഇടതുപക്ഷം ആരാണെന്ന് വിശദീകരിക്കും. ഖുർആൻ പറഞ്ഞത് വലതുപക്ഷം എന്ന് തന്നെ. അസ്ഹാബുൽ മൈമന, മൈമന എന്ന് പറഞ്ഞാൽ സൗഭാഗ്യം എന്നും അർത്ഥമുണ്ട്, വലത് എന്നും അർത്ഥമുണ്ട്. രണ്ടർത്ഥം വെച്ച് നോക്കിയാലും സൂട്ടബിൾ ആണ്. മൈമന സൗഭാഗ്യത്തിന്റെ അഹ്ലുകാരാണ്, അവർ സ്വർഗത്തിന്റെ അഹ്ലുകാരാണ്. മൈമന വലതിന്റെ അഹ്ലുകാരാണ്. വലത് എന്ന് പേര് വരാനുള്ള കാരണം നമുക്ക് പറയാം. വഅസ്ഹാബുൽ മശ്അമതി മാ അസ്ഹാബുൽ മശ്അമ, ഇടതിന്റെ ഒരു വിഭാഗം ആളുകളുമുണ്ട്, അവർ ഹതഭാഗ്യരാണ്. മൂന്നാമതൊരു വിഭാഗം, ഈ രണ്ടുമല്ലാത്ത മൂന്നാമതൊരു വിഭാഗമുണ്ട്. അവരാരാണ്? വസ്സാബിഖൂന സാബിഖൂൻ ഉലൈകൽ മുഖറബൂൻ, എല്ലാ നിലക്കും മുൻപന്തിയിൽ നിൽക്കുന്ന ആളുകളാണ്. ഉലൈകൽ മുഖറബൂൻ, അവർ അല്ലാഹുവിനോട് ഏറ്റവും അടുത്തവരാണ്. അമ്പിയാക്കൾ, ഔലിയാക്കൾ, ശുഹദാക്കൾ, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള മഹാന്മാർ. അപ്പൊ 3 വിഭാഗമായി നിങ്ങൾ ഖിയാമത്ത് നാളിൽ 3 വിഭാഗമായി നിങ്ങളെ വേർതിരിക്കുമെന്നാണ് ഖുർആൻ പറയുന്നത്. അസ്ഹാബുൽ മൈമന, അസ്ഹാബുൽ മശ്അമ, മുഖറബീങ്ങളായ അസ്സാബിഖൂന സാബിഖൂൻ, ഇങ്ങനെ 3 വിഭാഗം. ഈ 3 വിഭാഗങ്ങൾ ആരാണ്? ഇനി ഖുർആൻ ഈ സൂറത്തിൽ പ്രധാനമായി പറയുന്നത് അല്ലാഹു തന്നെ ഈ അസ്ഹാബുൽ മൈമനയുടെ പ്രതിഫലങ്ങളും സവിശേഷതകളും വിശദമായി പറയുന്നു. ഇടതുപക്ഷത്തിൻ്റെത് പറയുന്നു, പിന്നെ മുഖറബീങ്ങളായ ഏറ്റവും അടുത്ത ആളുകളുടേതും പറയുന്നു. ഈ 3 വിഭാഗത്തെയും പ്രധാനമായും ഈ 3 വിഭാഗത്തിന്റെയും വിഷയങ്ങളെ വിശദീകരിക്കുകയാണ് സൂറത്തുൽ വാഖിയയിൽ അല്ലാഹു തആല. അപ്പൊ നമുക്ക് അസ്ഹാബുൽ മൈമന എന്ന് പറഞ്ഞു. എന്താണ് ഈ അസ്ഹാബുൽ മൈമന എന്ന് പറഞ്ഞാൽ? അസ്ഹാബുൽ മൈമന വലതിന്റെ പക്ഷം. അവരാരാണ് എന്നാണ് ഈ മഹാനായ ഇമാം ഖുർത്തുബി തഫ്സീറുൽ ഖുർത്തുബിയിൽ പറയുന്നത് കാണാം. ഖാല ഇബ്നു അബ്ബാസ് സുദ്ദി എന്ന മഹാൻ പറയുകയാണ്, അസ്ഹാബുൽ മൈമനതി ഹുമുൽ ലദീന കാനൂ അയ് യമീനി ആദമു ഹീന ഉഖ്രിജത്തി ദുർനിയത്തു മിൻ സുൽബിഹി. മഹാനായ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മക്കളാണ് നമ്മളെല്ലാം. അവരുടെ ബീജത്തിൽ നിന്ന് തലമുറകളായി നമ്മൾ മാറി മാറി വന്ന് ജനിച്ചവരാണ്. അപ്പോൾ അല്ലദീന കാനു അൻ യമീനി ആദമു ഹീന ഉഖ്രിജത്തി ദുർനിയത്തു മിൻ സുൽബിഹി. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സന്തതികളിൽ വലത് ഭാഗത്ത് നിന്ന് പുറപ്പെട്ടു വന്നിട്ടുണ്ടായ മക്കളും ഇടത് ഭാഗത്ത് നിന്ന് പുറപ്പെട്ടു വന്ന മക്കളുമുണ്ട്. അതിൽ വലത് പക്ഷത്തിൽ നിന്ന് വന്ന ആളുകളാണ് സ്വർഗത്തിന്റെ അഹ്ലികാർ, ഇടതുപക്ഷത്തിൽ നിന്ന് വന്ന ആളുകളാണ് നരകത്തിന്റെ അഹ്ലികാർ. അതുകൊണ്ട് മഹാനായ ഇബ്നു അബ്ബാസ് എന്നവര് പറയുകയാണ്, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വലത് പക്ഷത്തിൽ നിന്നും ഉണ്ടായവരിൽ നിന്നുള്ള മക്കളാണ് ആര്? ഈ യമീനിന്റെ വലതുപക്ഷത്തിന്റെ ആളുകൾ. ഹൗലാഇ ഫിൽ ജന്നതി വലാ ഉബാലി. ആ വിഭാഗം നരകത്തിലല്ല സ്വർഗത്തിലേക്കുള്ളവരാണ്.
രണ്ടാമത് മൈമന എന്ന് പറഞ്ഞാൽ ആരാണ്? ഖാല സയ്യിദ് ഇബ്നു അസ്ലം എന്നവർ പറയുന്നു. ഇമാം ഖുർത്തുബി വിശദീകരിക്കുന്നു, അസ്ഹാബുൽ മൈമനതി അല്ലദീന അഖിദൂ മിൻ ശിഖ്ഖി ആദമൽ ഐമനി യൗമഇദിൻ വഅസ്ഹാബുൽ മശ്അമതി അല്ലദീന അഖിദൂ മിൻ ശിഖ്ഖി ആദമൽ ഐസർ. നാളെ ഖിയാമത്ത് നാളിൽ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വലതുവശത്ത് നിൽക്കുന്നവരെല്ലാം സ്വർഗത്തിന്റെ അഹലുകാരാണ്. അതുകൊണ്ടാണ് ഈ വിഭാഗത്തിന് ഐമൻ, വലതിന്റെ ആളുകൾ എന്ന പേര് വന്നത്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഇടതുവശത്തുള്ള ആളുകൾ അവര് മശ്അമയാണ്, അവര് ഹതഭാഗ്യരാണ്, നരകത്തിന്റെ അവകാശികളാണ് എന്ന് മഹാൻ പറയുന്നു. എന്നാൽ അത്താ എന്നവരും മുഹമ്മദ് ബിൻ കഅബ് എന്നവരും പറയുന്ന അഭിപ്രായം, അസ്ഹാബുൽ മൈമനതി മൻ ഊതിയ കിതാബഹു ബിയമീനിഹി. നാളെ ഖിയാമത്ത് നാളെ എല്ലാവർക്കും കിതാബ് കിട്ടും. നമ്മളെല്ലാവരും പറഞ്ഞതും ചെയ്തതുമായ എല്ലാ അമലുകളെയും എഴുതി വെച്ച കിതാബ് കിട്ടും. ആ കിതാബ് വലത് കൈയിൽ ലഭിക്കുന്ന ആളുകൾ, മൻ ഊതിയ കിതാബഹു ബിയമീനിഹി, വലത് കൈയിൽ കിതാബ് ലഭിക്കുന്ന ആളുകൾ രക്ഷപ്പെട്ടവരാണ്, സ്വർഗത്തിലേക്കുള്ളവരാണ്, സ്വർഗത്തിലേക്ക് പോകാനുള്ളവരാണ് എന്നുള്ളതിന്റെ സൂചനയാണ് വലത് കൈയിൽ കിതാബ് ലഭിക്കുക എന്നുള്ളത്. അതുകൊണ്ട് ഈ വിഭാഗത്തെ യമീനായ ഐമന എന്ന് പറഞ്ഞു പേരിട്ട് വിളിച്ചു. അസ്ഹാബുൽ മശ്അമതി മൻ ഊതിയ കിതാബഹു ബിശിമാലി. എന്നാൽ നരകത്തിന്റെ അഹലുകാർക്കോ ഇടതിന്റെ അഹലുകാർക്കോ അവർക്ക് ഇടത് കൈയിലാണ് കിതാബ് കൊടുക്കുകയുള്ളൂ എന്നാണ് എന്ന് ഒരു മഹാന്റെ വിശദീകരണം. മറ്റൊരു മഹാൻ ഇബ്നു ജുറൈജ് എന്നവർ പറഞ്ഞു, ഇമാം ഖുർത്തുബി വിശദീകരിച്ചു, അസ്ഹാബുൽ മൈമനതി ഹും അഹ്ലുൽ ഹസനാത്ത്, നല്ല ഹസനത്തിന്റെ നന്മയുടെ അഹലുകാരാണ് അസ്ഹാബുൽ മൈമന എന്ന് പറയുന്നത്. വഅസ്ഹാബുൽ മശ്അമതി, ഇടതിന്റെ അഹലുകാരോ, ഹും അഹ്ലുസ് സയ്യിആത്ത്, അവർ തിന്മയുടെ അഹലുകാരാണ്. ഖാല ഹസനുർ റബീ എന്ന് പറഞ്ഞ മഹാൻ പറഞ്ഞു, അസ്ഹാബുൽ മൈമനതി മയാമീനു അലാ അൻഫുസിഹിം ബിൽ അഅമാലി സ്വാലിഹാ. എന്നാൽ വലതിന്റെ അഹലുകാരെന്താണ് ചെയ്തത്? അവർ ജീവിതകാലത്ത് വലത്തേതിനെ മുന്തിച്ച് നല്ല സ്വാലിഹായ കർമ്മങ്ങൾ ചെയ്തതുകൊണ്ടാണ്. വലത്തേതിനെ മുന്തിക്കേണ്ട ഇടങ്ങളിലെല്ലാം ഭക്ഷണം കഴിക്കുമ്പോൾ വലത്തേതിനെ മുന്തിക്കണം. അങ്ങനെ പള്ളിയിലേക്ക് കയറുമ്പോൾ അതേ ഇങ്ങനെ ഓരോന്നിനും വലത്തേതിനെ മുന്തിക്കണമെന്നുണ്ടല്ലോ. കിടന്നുറങ്ങുമ്പോൾ വലത് ഭാഗത്തേക്ക് ചെരിഞ്ഞു കിടക്കണം. ഒരാൾക്കൊരു സാധനം കൊടുക്കുമ്പോൾ വലത് കൈയിലോണ്ട് കൊടുക്കണം. അതേ ഒരാൾക്ക് സലാം കൊടുക്കുമ്പോൾ വലത് കൈ കൊടുക്കണം. ഇങ്ങനെ എല്ലാം കൊണ്ടും വലത്തേതിനെ മുന്തിക്കണമെന്ന് പറഞ്ഞ മുഅ്മിനായ മനുഷ്യൻ, അദ്ദേഹം സ്വാലിഹായ കർമ്മങ്ങളൊക്കെ വലത്തേതിനെ മുന്തിച്ചത് കൊണ്ട് അവര് വലതിന്റെ ആളുകളായി. എന്നാൽ വഅസ്ഹാബുൽ മശ്അമത്തിൽ മശായിമു അലാ അൻഫുസിഹിം ബിൽ അഅമാലി സയ്യിഅത്തിൽ ഖബീഹ, മറ്റുള്ള വിഭാഗം മോശമായ പ്രവർത്തനങ്ങൾ വലത്തേതിനൊരു പ്രാധാന്യം കൊടുക്കാതെ അവർ ചെയ്തവരാണ്. അതുകൊണ്ട് അവർ ഇടതിന്റെ ആഹലുകാരുമായി ആളുകളായി മാറി. ഇമാം ഖുർത്തുബി തന്നെ പറയുന്നു, വലത്തേതിന്റെ ആളുകൾ എന്ന് പറയാനുള്ള ഒരു കാരണം കൂടെ മഹാനായ ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു അവിടുത്തെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് കാണാം. ഇസ്രാ മിഅ്റാജിന്റെ രാത്രിയിൽ ഹബീബായ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആകാശത്തേക്ക് പോകുമ്പോൾ മഹാനായ അബൂദർ റളിയല്ലാഹു അൻഹുവിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങനെ ഉയർന്നു പോകുമ്പോൾ ഫലമ്മാ അലൗന السماء الدنيا فاذا رجل عن يمينه اسوده وعن يساره اسوده. ഒന്നാം ആകാശത്തേക്ക് എത്തിയപ്പോൾ അവിടെ ഒരാളുണ്ട്. ആളുടെ വലത് ഭാഗത്ത് കുറെ ആളുകൾ, ഇടത് ഭാഗത്ത് കുറെ ആളുകൾ. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങനെ നോക്കിയപ്പോൾ ഫൈദാ നളറ ഖിബല യമീനിഹി ലഹിക, വലത്തെ ഭാഗത്തേക്ക് ഇയാൾ ഇങ്ങനെ നോക്കിയിട്ട് ചിരിക്കാണ്. ലഹിക, ചിരിക്കാണ്, നല്ലപോലെ ചിരിക്കാണ്, നല്ല ചിരിയിരിക്കണം. അല്ലെങ്കിൽ തബസ്സുമ പുഞ്ചിരിയാണ് തബസ്സുമ എന്ന് പറയും. ലഹിക, നല്ലപോലെ ചിരിച്ചു, നല്ല സന്തോഷത്തിന്റെ ചിരി ചിരിക്കുക വലത് ഭാഗത്തേക്ക് നോക്കിയിട്ട്. എന്നാൽ ഇടത് ഭാഗത്തേക്ക് നോക്കിയിട്ടോ അദ്ദേഹം ഇടത് ഭാഗത്തേക്ക് നോക്കിയിട്ട് നല്ല കരച്ചിലാണ്. അവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടപ്പോൾ, അല്ലയോ സ്വാലിഹായവരെ, വളരെ ലോകത്തിന്റെ നേതാവേ, അങ്ങയെ സ്വാഗതം ചെയ്യുന്നു എന്ന് സ്വാഗതം ചെയ്യുന്നു.
അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ചോദിച്ചു, യാ ജിബ്രീൽ മൻ ഹാദാ, ഇതെന്താ സംഭവം? കുറെ ആളുകൾ അങ്ങോട്ടുണ്ട്, കുറെ ഇങ്ങോട്ടുണ്ട്, അങ്ങോട്ട് നോക്കി ചിരിക്കുന്നു, അങ്ങോട്ട് നോക്കി കരയുന്നു. അപ്പൊ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, ഹാദാ ആദം അലൈഹിസ്സലാം, നബി ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമാണ്. വഹാദിഹിൽ അസ്വദുല്ലതി അൻ യമീനിഹി വഅൻ ശിമാലിഹി നസമു ബനീഹി ഫഅഹ്ലുൽ യമീനി അഹ്ലുൽ ജന്ന വൽ അസ്വദുല്ലതി അൻ ശിമാലിഹി അഹ്ലുൻ നാർ. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമാണ് ഇരിക്കുന്നത്. വലത് ഭാഗത്തുള്ളത് മുഴുവനും അവരുടെ നല്ല മുഅ്മിനീങ്ങളായ സന്താന പരമ്പരയാണ്. ഇടതുവശത്തുള്ളതോ അവർ ഇടതിന്റെ അഹ്ലുകാരാണ്, മറ്റുള്ളവർ വലതിന്റെ അഹ്ലുകാരാണ്. ഇവര് സ്വർഗത്തിലേക്കാണ്, ഇടതിന്റെ അഹ്ലുകാര് നരകത്തിലേക്കാണ്. അതാലോചിച്ചിട്ട് സ്വർഗത്തിന്റെ അഹ്ലുകാർ എങ്ങനെ കാണുമ്പോ വലത് ഭാഗത്തേക്ക് നോക്കിയിട്ട് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇങ്ങനെ ചിരിക്കുകയാണ്. ഇടതുവശത്തേക്ക് നോക്കിയിട്ട് ഇടതിന്റെ അഹ്ലുകാരെ നോക്കിയിട്ട് നരകത്തിന്റെ അഹ്ലുകാരെന്ന നിലക്ക് എന്റെ മക്കള് നരകത്തിന്റെ അഹ്ലുകാരായി പോയല്ലോ എന്ന നിലക്ക് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇങ്ങനെ കരയുകയാണ്. ഫഅഹ്ലുൽ യമീനി, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയാണ്, നബിയേ ഫഅഹ്ലുൽ യമീനി അഹ്ലുൽ ജന്ന, ആദം നബിയുടെ വലതുവശത്തിരിക്കുന്നവരെല്ലാം സ്വർഗത്തിന്റെ അഹ്ലുകാരാണ്. എന്നാൽ വഅൻ ശിമാലിഹി അഹ്ലുൻ നാർ, അവരുടെ ഇടതുവശത്തിരിക്കുന്ന ആളുകൾ മുഴുവനും നരകത്തിലാണ്. അതുകൊണ്ടാണ് അന്ന് ആദം നബിയുടെ വലതുവശത്തിരുന്ന ടീമാണ് ഈ സ്വർഗത്തിന്റെ അഹ്ലുകാർ. അതുകൊണ്ടാണ് ഇവർക്ക് അസ്ഹാബുൽ മൈമന, വലതിന്റെ അഹ്ലുകാർ എന്ന പേര് വന്നത് എന്ന് ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു. وقال المبرد, മഹാനായ ഇമാം മുബറദ് എന്നവർ പറഞ്ഞു, അസ്ഹാബുൽ മൈമനത്തി അസ്ഹാബുത് തഖദ്ദും വഅസ്ഹാബുൽ മശ്അമത്തി അസ്ഹാബുത് തഅഖുർ. വലതിന്റെ അഹ്ലുകാരെ എപ്പോഴും മുന്തിക്കുന്ന ആളുകളാണ്, ഇടതിന്റെ അഹ്ലുകാരെ എപ്പോഴും പിറകിലാണ്. അറബികൾ എപ്പോഴും പറയാറുണ്ട്, ഇജ്അൽനി ഫീ യമീനിക വലാ തജ്അൽനി ഫീ ശിമാലിക, ഐ ഇജ്അൽനി മിനൽ മുതഖദ്ദിമീന വലാ തജ്അൽനി മിനൽ മുതഅഖിരീൻ. ഞങ്ങളെ വലതിന്റെ അഹ്ലുകാരിൽ പെടുത്തണേ, ഇടതിന്റെ അഹ്ലുകാരിൽ പെടുത്തരുതേ, മുന്തിക്കുന്ന അഹ്ലുകാരിൽ പെടുത്തണേ, പിന്തിക്കുന്ന അഹ്ലുകാരിൽ പെടുത്തരുതേ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ വലതിന്റെ അഹ്ലുകാരി എന്ന് പറയാനുള്ള പല കാരണങ്ങളുണ്ട്. അതാണ് ചുരുക്കിയ കുറച്ച് വിഭാഗങ്ങളെ നമ്മൾ പറഞ്ഞത്. ഇനി നോക്കൂ, അത് തഫ്സീർ ഖുർത്തുബിയിൽ പറഞ്ഞത്. തഫ്സീറുൽ ഇബ്നു കസീർ പറയുന്നുണ്ട്, എന്താണ് വകുൻതും അസ്വാജൻ സലാസ എന്ന് പറഞ്ഞല്ലോ, 3 വിഭാഗം. ഈ 3 വിഭാഗത്തിനും ഇടതും വലതും കിട്ടി എന്ന രീതി അതൊരൊറ്റ ഇതിലൂടെ മഹാനായ ഇബ്നു കസീർ പറയാണ്. മഹാനവറുകൾ പറയുന്നു, യൻഖസിമുൻ നാസു യൗമൽ ഖിയാമത്തി ഇലാ സലാസത്തി അസ്നാഫ്, 3 വിഭാഗമാക്കിയിട്ട് ഖിയാമത്ത് നാളിൽ ജനങ്ങളെ വേർതിരിക്കും. ഖൗമു അൻ യമീനിൽ അർശ്, ഒരു വിഭാഗം അർശിന്റെ വലതു ഭാഗത്തായിരിക്കും. വഹും അല്ലദീന ഖറജു മിൻ ശിഖ്ഖി ആദമുൽ ഐമൻ, അവർ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വലതുവശത്ത് നിന്ന് പുറപ്പെട്ടവരാണ്. അവർ അർശിന്റെ വലതുവശത്തായിരിക്കും. വയുതൗന കുതുബുഹും ബിഐമാനിഹിം, അവരുടെ കിതാബ് വലതു കൈയിലാണ് നൽകുന്നത്. വയുഖദു ബിഹിം ദാത്തൽ യമീൻ, അവർ വലതുവശത്തിലൂടെയാണ് അത് അന്തസ്സോടെ വേടിക്കുന്നത്. അങ്ങനെയുള്ള ആളുകൾ ആണ് ഐമൻ, അസ്ഹാബുൽ മൈമന. വഹും ജുംഹൂറു അഹ്ലിൽ ജന്ന, അവര് സ്വർഗത്തിന്റെ ബഹുഭൂരിഭാഗവും ഈ വിഭാഗമായിരിക്കും. അസ്ഹാബുൽ ഐമനന്റെ ആളുകളായിരിക്കും സ്വർഗത്തിൽ ബഹുഭൂരിഭാഗവും. വേറൊരു വിഭാഗം കൂടെ സ്വർഗത്തിൽ വരാനുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഈ വിഭാഗമായിരിക്കും. ഇത് അറ്റ്ലീസ്റ്റ് പാസ് മാർക്ക് കിട്ടി കയറിപ്പോയാരാ, അങ്ങനെ പറയാം നമുക്ക് പെട്ടെന്ന് തിരിയണമെങ്കിൽ. സ്വർഗത്തിലെ ഏറ്റവും കൂടുതലുള്ള ആളുകൾ ഇവരായിരിക്കും. പാസ് മാർക്ക് മാത്രം, ജസ്റ്റ് പാസ് മാർക്ക് കിട്ടി കയറിപ്പോയ ആളുകളാണ്. അവരെ കുറിച്ചാണ് പറഞ്ഞത്. ഇബ്നു കസീർ പറയാണ്, മറ്റൊരു വിഭാഗം, ഒരു വിഭാഗം അർശിന്റെ വലതുവശത്തുണ്ട്, മറ്റൊരു വിഭാഗം അർശിന്റെ ഇടതുവശത്തുണ്ട്. ആ വിഭാഗം വഹുമുല്ലദീന ഖറജു മിൻ ശിഖ്ഖി ആദമൽ ഐസർ, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഇടതുവശത്ത് നിന്ന് വന്ന പരമ്പരയിലുള്ളവരാണ് അവർ. യുതൗന കുതുബുഹും ബിശമാഇലിഹിം വയുഖദു ബിഹിം ദാത്ത ശിമാൽ, അവർക്ക് ഇടത് കൈയിലാണ് അവരെ കിതാബ് കൊടുക്കുകയുള്ളൂ, ഇടതുവശത്തൂടെ തന്നെ അവർ വേടിക്കും വേണം. അങ്ങനെയുള്ള ഒരു സാഹചര്യമാണ് അവർക്ക് ഉണ്ടാകുക. അപ്പോഴോ ആ വിഭാഗം ആളുകളാണ് ഇടതിന്റെ ആളുകൾ. എന്നിട്ട് പറഞ്ഞു വഹും ആമത്തു അഹ്ലിന്നാർ, അവർ നരകം മുഴുവനും അവരാണ്, നരകം മുഴുവനും അവരാണ്. ഇനി മൂന്നാമതൊരു വിഭാഗം, അപ്പോ അർശിന്റെ വലതു ഭാഗത്തൊരു വിഭാഗമുണ്ട്, അവർ അസ്ഹാബുൽ മൈമനയാണ്.
ഇടത് ഭാഗത്തൊരു വിഭാഗമുണ്ട്, അസ്ഹാബുൽ മശ്അമയാണ്. ഇവര് വലതിന്റെ ആളുകാരും ഇവിടെ ഇടതിന്റെ അഹലുകാരും. മൂന്നാമതൊരു വിഭാഗമുണ്ടല്ലോ, അവരാരാണ്? നേരത്തെ നമ്മൾ പറഞ്ഞു, അവരാരാണ്? എന്ന് പറഞ്ഞ വിഭാഗം, മുൻകടന്നു പോയവർ. അവരെന്തുകൊണ്ടാ മുൻകടന്നു പോയവർ എന്ന് പറയാനുള്ള കാരണം, അവരുടെ സ്ഥാനം എവിടെയാണ്? അർശിന്റെ മുന്നിലാണ്. വലതുവശത്ത് ആളുകളുണ്ട്, ഇടതുവശത്തും ആളുകളുണ്ട്. ഇവര് അർശിന്റെ നേരെ, അർശിന്റെ മുൻവശത്താണ് അവരുള്ളത്. അവർ വളരെ പ്രത്യേകതയുള്ള ആളുകളാണ്, പ്രത്യേകമായ മഹത്വമുള്ള ആളുകളാണ്. അവർ നല്ല ഭാഗ്യവാന്മാരാണ്. അവർ അർശിന്റെ മുമ്പിൽ എന്ന് പറഞ്ഞാൽ നേരെ മുമ്പിലല്ല നിൽക്കുന്നത്, മുൻവശത്താണ്. ഇവരെയും അപേക്ഷിച്ച് അവർ മുമ്പിലാണ്. പക്ഷെ അവരെവിടെയാണ് നിൽക്കുന്നത്? അവർ നിൽക്കുന്നത് സാബിഖൂന ബൈന യദൈഹി, അവര് ഈ രണ്ട് വിഭാഗത്തിന്റെയും ഇടയിലാണ്. മാത്രമല്ല അഖറബു മിൻ അസ്ഹാബിൽ യമീൻ, അസ്ഹാബുൽ യമീനിനോട് അടുത്താണ് നിൽക്കുന്നത്. അപ്പൊ മുൻവശത്താണ്, അസ്ഹാബുൽ യമീന്റെ വശത്തോട് ചേർന്നിട്ടാണ് നിൽക്കുന്നത്, നേരെ മുമ്പിലല്ല. ഇടത് വശത്തോട് ഒരു മെയിൻറ്റെയിൻ ചെയ്യാത്ത രീതിയിൽ ഇവിടെയാണ് നിൽക്കുന്നത്. കാരണം ഇവരോടാണ് ടച്ച് ഉള്ളത്. ഇവർ സ്വർഗത്തിലേക്ക് പാസ് മാർക്ക് കിട്ടിയവരാണ്, ഇവർ ടോപ്പ് മാർക്ക് കിട്ടിയവരാണ്. ഇവിടെയാണ് അവർ നിൽക്കുന്നത്. അർശിന്റെ മുൻവശത്താണ്, വലതുപക്ഷത്തിനോട് ചേർന്ന് നിൽക്കുന്നവരാണ്. എന്നിട്ടോ കാരണം എന്താണ്? എന്തേ വലതുവശത്തോട് ചേർന്ന് മുമ്പിൽ നിൽക്കാനുള്ള കാരണം? അവരാരാണ്? അല്ലദീനഹും സാദത്തുഹും, അതേ ഈ വലതുപക്ഷത്തിന്റെ നേതാക്കളാണ് അവർ. ഫീഹിമുർ റസൂൽ, അവരിൽ ആരെല്ലാം ഉണ്ട്? അല്ലാഹുവിന്റെ മുർസലീങ്ങളുണ്ട്. വൽ അംബിയാ, അംബിയാക്കന്മാരാണ് നിൽക്കുന്നത്. വസ്സുദ്ദീഖൂന, സുദ്ദീഖീങ്ങളാണ് നിൽക്കുന്നത്. വശുഹദാ, മഹാന്മാരായ ശുഹദാക്കളാണ് നിൽക്കുന്നത്. വഹും അഖല്ലു അദദൻ മിൻ അസ്ഹാബിൽ യമീൻ, അവർ എണ്ണത്തിൽ നോക്കുമ്പോ ഈ അസ്ഹാബുൽ യമീൻ അത്ര ഉണ്ടാവില്ല, അവരെക്കാൾ കുറവായിരിക്കും. ടോപ്പ് മാർക്ക്, ടോപ്പിൽ നിൽക്കുന്ന ആളുകളാണ്. ഈ മൂന്ന് വിഭാഗത്തെയാണ് വിശുദ്ധ ഖുർആൻ ഈ സൂറത്തുൽ വാഖിയയിൽ ഇൻഷാ അല്ലാഹ് ഇനി അല്ലാഹു തആല അതിന്റെ ആയത്തുകളിലൂടെ ആ ഭാഗങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. അപ്പോ മൂന്ന് വിഭാഗമുണ്ട്. ഖിയാമത്ത് നാളായി കഴിഞ്ഞാൽ മൂന്ന് വിഭാഗമാക്കി തീർക്കും. അസ്ഹാബുൽ മൈമന, വലതിന്റെ ഒരു പക്ഷമുണ്ട്, ഇടതിന്റെ ഒരു പക്ഷമുണ്ട്, ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ഒരു ടീമുണ്ട്, VIP ടീം. ഇതിൽ വലതിന്റെ പക്ഷം ചേർന്നവർ രക്ഷപ്പെട്ടു, ഇടതിന്റെ പക്ഷം ചേർന്നവർ പരാജയപ്പെട്ടു. ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ആളുകൾ വലതിന്റെ പക്ഷത്തിന്റെ ആളുകൾക്ക് നേതൃത്വം നൽകുന്ന ആളുകളാണ്. അസ്ഹാബുൽ മൈമന ആരാണ് എന്ന് മാത്രമാണ് ഇന്ന് പറഞ്ഞത്. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ദിവസങ്ങളിൽ അള്ളാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ ബാക്കി ഭാഗം പറയണം. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അള്ളാഹുവെ, ഞങ്ങൾ പറഞ്ഞതും കേട്ടതും നീ ഖബൂൽ ചെയ്യണം.